ഒരു വിശുദ്ധ ദിവസം കൂടെ ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം നമുക്ക് കൃപ നൽകിയതും കടന്നിരിക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ഒരുമിച്ച് ധ്യാനിപ്പാൻ യോഹന്നാന്റെ 3-ാം ലേഖനം അതിന്റെ 4-ാമത് വചനം വായിക്കാം. ഈ പകൽക്കാലങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ അടുക്കുന്നു. അങ്ങടിയങ്ങളോട് കൃത്യമായി സംസാരിക്കണം. എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ അധിക സന്തോഷം ആർക്കുമില്ല. അപ്പച്ച, ഞങ്ങൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്ന അത് കേട്ട് സന്തോഷിപ്പാനുള്ള കൃപ കർത്താവ് ഞങ്ങൾക്ക് നൽകണം. സത്യത്തിൽ നടക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണം. അവിടുത്തെ സാന്നിധ്യം കൂടിയിരിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. സത്യത്തിനും നീതിക്കും വിശ്വസ്തതയ്ക്കും വിലയില്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന സാഹചര്യങ്ങളിൽ പലപ്പോഴും ഓർപ്പിക്കാറുണ്ട്. വീട്ടിലെ അപ്പന് അപ്പൻ്റെതായ ഉത്തരവാദിത്വം ഉണ്ടാകണം, അമ്മയ്ക്ക് അമ്മയുടേതായ ഉത്തരവാദിത്വം ഉണ്ടാകണം, മക്കൾക്ക് അവരുടേതായ ഉത്തരവാദിത്വം ഉണ്ടാകണം. ഞാൻ കൊച്ചുകുട്ടിയാണെന്ന് പറഞ്ഞ ഒരു കുട്ടിക്ക് മാറി നിൽക്കാൻ തക്കവണ്ണം കഴിയുകയില്ല. അവര് നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുവാനായിട്ട് അവർ തയ്യാറാകണം. കർത്താവിന്റെ വചനം പറയുന്നു, എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നത് എനിക്ക് വലിയ സന്തോഷമാണ്. അപ്പൊ ദൈവത്തെ നമ്മൾ സന്തോഷിപ്പിക്കാൻ ഈ ലോകത്ത് ധനം കൊടുത്തത് കൊണ്ടോ ഈ ഏതെങ്കിലും ഭൗതിക നന്മകൾ കൊണ്ടോ നമ്മുടെ കാര്യങ്ങൾ കൊണ്ടോ ഒന്നും കർത്താവിനെ സന്തോഷിപ്പിക്കാൻ കഴിയുകയില്ല. പിന്നെയോ നാം സത്യത്തിൽ നടക്കുന്നത് കാണാനാണ് കർത്താവ് സന്തോഷം. സത്യത്തിൽ നടക്കുവാൻ, സത്യം പറയുന്നവരായി നമ്മൾ മാറണം. കർത്താവ് സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ, തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും അത് കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവനാണ് കർത്താവിനെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നത്. അപ്പൊ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുമ്പോൾ, ഒരു ദൈവമായിട്ട് സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അപ്പൊ വിശ്വാസികളെ കുറിച്ച് നല്ല സാക്ഷ്യം കേൾക്കുമ്പോൾ പാസ്റ്റർമാർക്ക് സന്തോഷമാണ്. നിങ്ങൾ നല്ല സാക്ഷ്യത്തിൽ നടക്കും, സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് സന്തോഷമാണ്. അപ്പൊ ദൈവം സന്തോഷിക്കുന്ന അനുഭവം അത് നമ്മുടെ ജീവിതത്തിൽ, നമ്മൾ ഒന്നാമത് മക്കളാണെന്നുള്ള ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മളൊക്കെ മക്കളാണ്. നമുക്കൊക്കെ മാതാപിതാക്കളുണ്ട്. നമ്മുടെ മക്കളെ നമ്മൾ ഉപദേശിക്കുമ്പോൾ ഞാനും ഒരു മകനാണ് എന്ന ബോധം നമുക്കുണ്ടാകണം. അവിടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മെ അനുസരിക്കുന്നത്. ഞാൻ എന്റെ മാതാപിതാക്കളെ എങ്ങനെ അനുസരിക്കുന്നു അത് നമ്മുടെ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കും. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളാണെങ്കിൽ കമ്പ്യൂട്ടറിൽ യുഗത്തിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങളാണ്. നമ്മുടെ ഓരോ ചെറിയ ചലനവും ഒപ്പിയെടുക്കും. നമുക്ക് വാക്കുകൊണ്ടോ വടികൊണ്ടോ അവരെ നേരെയാക്കാൻ കഴിയാത്ത കാലഘട്ടത്തിലാണ്. അവർ നമ്മിലേക്ക് നോക്കും. എന്റെ അപ്പൻ പ്രാർത്ഥനാനുഭവമുള്ള ആളാണോ? എന്റെ അമ്മ പ്രാർത്ഥനാനുഭവമുള്ള ആളാണോ? എന്റെ അപ്പനും അമ്മയ്ക്കും ആലയത്തിലെ കാര്യങ്ങൾക്ക് ആരാധന എത്രമാത്രം തീഷ്ണതയും താല്പര്യമുണ്ട്, അതനുസരിച്ചാണ് കുഞ്ഞുങ്ങൾക്ക് ആ താല്പര്യം വരുന്നത്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ അത് ചില ഞാൻ പല സഭകളിൽ ശുശ്രൂഷകനായിരിക്കുമ്പോൾ പല കുടുംബത്തിലെയും മാതാപിതാക്കൾ മക്കളെ രാവിലെ എഴുന്നേൽപ്പിച്ച് ആലയത്തിൽ പറഞ്ഞേക്കും. സൺഡേ സ്കൂൾ കഴിഞ്ഞിട്ടേ വരാവൂ എന്ന് പറഞ്ഞ് സ്തോത്ര കാഴ്ച എല്ലാം കൊടുത്തു വിടും. ഈ അപ്പന് ആരാധനയ്ക്ക് പോകാൻ സമയമില്ല. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ യൗവനക്കാരായി കഴിയുമ്പോൾ സഭയ്ക്കകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നവരും ദേശത്ത് പ്രശ്നം ഉണ്ടാക്കുന്നവരായി മാറുന്ന എന്താ കാര്യം? അവർക്ക് മാതൃകയെ കാണിക്കാൻ അപ്പനില്ല.
അമ്മയില്ല കൂടെ, അവർക്ക് വേറെ ബിസിനസ്സാ. ഈ മുമ്പിൽ വന്നിന് ഇങ്ങനെ കുസൃതി കാണിക്കുന്ന കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ പുറകിരുന്ന് ശ്രദ്ധിച്ചാൽ, അന്ന് കുസൃതി കാണി കുട്ടിക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു സമ്മാനം കൊടുത്താൽ അടുത്ത ആഴ്ച വെറുതെ ഇരിക്കും. കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ സഭയ്ക്കകത്ത് അലക്ഷ്യം ഉണ്ടാക്കുകയില്ല. കൊച്ചുകുട്ടികളെ നമ്മൾ നിർബന്ധിക്കാറില്ല. അതുകൊണ്ട് ആരാധനയ്ക്ക് കുഞ്ഞുങ്ങൾ കരഞ്ഞു വന്നോ ഓടി എന്ന് പറഞ്ഞ ആരും കുഞ്ഞുങ്ങളെ കൊണ്ടുവരാതിരിക്കരുതോ. അവരെ കൊണ്ടുവരണം. ദൈവം കുഞ്ഞുങ്ങളെ കൊണ്ടുവരണം. ദൈവത്തെ ആരാധിക്കാൻ വരാം. അവർ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ അങ്ങനെ പരിശീലിപ്പിക്കും. ഇവിടെ ഓടി നടന്ന് ബഹളം ഉണ്ടാക്കുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ലേ? നഴ്സറി ക്ലാസ്സിലൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അവരൊക്കെ നല്ല കുട്ടികളായി മാറി. അപ്പൊ അങ്ങനെ സഭയ്ക്കകത്ത് അവർ വളരണം, വചനം കേട്ട് വളരണം. ഇവിടെ പറയുന്ന വചനങ്ങൾ ഈ പ്രായമുള്ളവരെക്കാൾ ശ്രദ്ധിക്കുന്നതാണ് കുഞ്ഞുങ്ങൾ. നമ്മൾ നോക്കുമ്പോൾ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും, അവർ പടം വരയ്ക്കുന്നവരായിരിക്കും. വീട്ടിൽ ചെന്ന പാസ്റ്റർ പച്ച പറഞ്ഞ ഒരു കഥ പറയാമെങ്കിൽ അവർ കൃത്യമായി പറഞ്ഞിരിക്കും. ഒരു സംഭവം പറഞ്ഞാൽ അവർ കൃത്യമായി പറഞ്ഞിരിക്കും. അതാണ് അവരുടെ ബുദ്ധി. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ അലക്ഷ്യമാണെന്ന് പറഞ്ഞോ ബഹളം ഉണ്ടാക്കുന്ന വരാത്തെങ്കിൽ അവരെ ദൈവസഭയ്ക്കകത്ത് നല്ല ഞാറ്റടികളായി വളർന്നു വരണം. അപ്പൊ ദൈവത്തിന്റെ വചനം അവരെ പഠിപ്പിക്കണം. നമ്മുടെ കുടുംബത്തിനകത്ത് നമ്മൾ മാതൃകയുള്ളവരായിരിക്കണം. ദൈവവചനം സത്യത്തിൽ ജീവിക്കുക. ഇന്ന് പകൽക്കാലം അതെ നമ്മുടെ മാതാപിതാക്കളുടെ ഭാഗത്ത് ഏതെങ്കിലും കുറവ് കണ്ടാൽ കുഞ്ഞുങ്ങൾ ചോദിക്കും, ഇന്ന് കഴിഞ്ഞ ആഴ്ച പാസ്റ്റർ പ്രസംഗിച്ച വചനപ്രകാരമാണോ അപ്പം നടക്കുന്നത് ചോദിക്കും. അതാണ് ഇന്നത്തെ കാലഘട്ടം. എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്നറിയുന്നതിനേക്കാൾ അധിക സന്തോഷം ആർക്കും ഇല്ല. അപ്പൊ ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വം നമ്മൾ ദൈവത്തിന് കൊടുത്താൽ, ദൈവത്തിന് എത്രമാത്രം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു അതനുസരിച്ചാണ് മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പി അതോടൊപ്പം സകലതും തരാമെന്നാണ് ദൈവത്തിന്റെ വാഗ്ദത്വം. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ, കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് അടൂരൊരു മീറ്റിംഗിൽ പങ്കെടുക്കണമായിരുന്നു. അവിടെ ഒരു സഹോദരൻ ഒരു യോഗം ക്രമീകരിച്ചു. ഒരു പരസ്യയോഗത്തിന് ആ സ്ഥലത്തേക്ക് പരസ്യയോഗം നടത്തി. ഒരു പരസ്യയോഗത്തിന് ആ സഹോദരൻ പ്രസംഗിച്ചത്, ഞാന് എന്റെ 30 വർഷങ്ങൾക്ക് പുറകില് വിദേശത്തേക്ക് പോകാനായിട്ട് ഒരു വണ്ടിക്കൂലിക്ക് വേണ്ടി ഫ്ലൈറ്റ് ടിക്കറ്റിന് കാശില്ലാതെ എന്റെ ബന്ധുക്കളോട് പലരോടും പോയി കെഞ്ചി. അവരാരും എനിക്ക് തന്നില്ല. അന്ന് സഹായിക്കാൻ മനസ്സുള്ളവരും കഴിവുള്ളവരുണ്ടായിരുന്നു. പക്ഷെ ഇവര് പൈസ കൊടുത്താൽ നന്നായി പോകുന്ന അസൂയ കൊണ്ട് കൊടുക്കാത്തവരുമുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു കടവരാന്തയിൽ തന്റെ സാക്ഷ്യം പ്രസ്താവിക്കുമ്പോൾ കണ്ണുനീരോട് പറഞ്ഞു, ഈ വീട്ടിൽ താമസിക്കുന്ന ഹൈന്ദവരായ ഒരു അപ്പനും അമ്മയുമാണ് എന്നെ ആദ്യമായി വിദേശത്തേക്ക് പോകാൻ കാശ് നൽകിയത്. ആ സഹോദരൻ ധൈര്യമായി വാചാലനായിട്ട് തന്റെ സാക്ഷ്യം പ്രസ്താവിപ്പാൻ ഇടയായി തീർന്നു. അത് ഗർഭിണിക്ക് ആദ്യം അയച്ചു. കഴിഞ്ഞ 20-25 വർഷങ്ങളായി താൻ അമേരിക്കയിൽ സെറ്റിൽ ചെയ്തിരിക്കുന്നു. ഇന്നും അദ്ദേഹം പറഞ്ഞത്, എന്റെ സ്വന്തക്കാരും ബന്ധക്കാരും ആരും എന്നെ ഒന്നും കൈതാങ്ങാനില്ലായിരുന്നു. എല്ലാവരും നിരുത്സാഹപ്പെടുത്തിയതേ ഉള്ളൂ. പക്ഷെ അന്ന് ഈ ഹൈന്ദവ മാതാപിതാക്കൾ, സാക്ഷ്യം കേട്ട പലരുണ്ട് ഇവിടെ, അത് ഹൈന്ദവ മാതാപിതാക്കൾ എന്നെ സാമ്പത്തികമായി സഹായിച്ചു. ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോ എന്നെ നിർബന്ധിച്ച് അയച്ചു. അതുകൊണ്ട് ഞാൻ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടു. അമേരിക്കയിൽ സുവിശേഷ വേലയും ചെയ്യുന്നു, അതോടൊപ്പം ജോലിയും ചെയ്യുന്നു എന്ന് പറയുവാൻ ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മളെ ഒന്ന് കൈതാങ്ങുവാൻ സാമ്പത്തികമായി കൊടുക്കാനില്ലയോ? ആലയത്തിൽ ആരാധന നടക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ടൊന്ന് കടന്നു വന്ന് അവിടെയും നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. ഹല്ലേലൂയ! ഇത്രയും ആരോഗ്യം ദൈവം തന്നിരിക്കുന്നില്ലേ? ഒരാഴ്ചയിൽ ഒരു 5 മണിക്കൂറോ 4 മണിക്കൂറോ ദൈവാലയത്തിൽ ചെന്നിരുന്ന് ദൈവം ഒരാഴ്ച വട്ടം എന്നെ നടത്തിയതിന് നന്ദി പറയാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ആരും പുറകെ തള്ളേണ്ട കാര്യമില്ല. മനഃപൂർവ്വമായി അത് ചെയ്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തീരും. എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതാണ് എന്റെ കർത്താവിന് വലിയ സന്തോഷം. എങ്ങനെ ആ സന്തോഷം കർത്താവ് അനുഭവിക്കും? നമ്മൾ മക്കളായി മാറണം. യോഹന്നാൻ 1:12 പറയുന്നു, യേശുവിനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച സകലരും ദൈവമക്കളാണ്.
ഒന്ന് യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. നാം ദൈവമക്കൾ എന്നുള്ള പദവിയിലേക്ക് പ്രപഞ്ചത്തെ മുഴുവനും വാക്കുകൊണ്ട് സൃഷ്ടിച്ച, ആകാശമണ്ഡലത്തിൽ തുലാങ്ങളെ നിരത്തിയ, ആകാശത്തെ വസ്ത്രം പോലെ വിരിച്ച, പഞ്ചസാര മണൽ കൊണ്ട് സമുദ്രത്തിന് അതിര് വരച്ച, ഭൂമിയിലെ മുഴുവൻ പൊടിയെ ഉള്ളം കയ്യിൽ കൊള്ളിച്ച എന്റെ സ്വർഗത്തിലെ ദൈവത്തെ അപ്പ എന്ന് വിളിക്കുവാനുള്ള ഒരു പദവി നൽകിയത് ഏറ്റവും ചെറുതല്ല ദൈവമക്കളെ. ആ മക്കൾ എന്നുള്ള പദവിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ മക്കളായി ജീവിക്കണം. ഞാൻ മകനാണ്, മകളാണ്, അപ്പന്റെ മകനാണ്, മകളാണെന്നുള്ള ഉറപ്പും പ്രത്യാശയുള്ള ദൈവമക്കൾ പ്രതിസന്ധി വരുമ്പോൾ പാതയിൽ പോകരുത്. നിന്റെ ശരീരം ബലഹീനമെന്ന് പറഞ്ഞേക്കാം, പക്ഷെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ഒരു ദൈവശക്തി നമ്മൾ നിറയപ്പെടണം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ എത്രമാത്രം തീഷ്ണതയോടെയാണ് നമുക്ക് മുന്നേറുവാനായിട്ട് കഴിയും. 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിന്റെ 14-ാമത് വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിന്റെ 14-ാമത് വചനം. നിങ്ങളെ നാണിപ്പാനല്ല, എന്റെ പ്രിയ മക്കളോട് എന്ന പോലെ ബുദ്ധി പറഞ്ഞുകൊണ്ട്, എന്റെ പ്രിയ മക്കളോട് എന്ന പോലെ ബുദ്ധി പറഞ്ഞുകൊണ്ട് ഇത് എഴുതുന്നു. നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും, നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. പിതാക്കന്മാർ ഏറെയില്ല. ക്രിസ്തു യേശുവിൽ ഞാനല്ലോ, ക്രിസ്തു യേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. കരങ്ങളുയർത്തി ദൈവത്തിന് സ്തോത്രം പറയാം. അപ്പനെന്നുള്ള പദവിയിലേക്ക് ഇന്ന് പകൽക്കാലം നമ്മെ കൊണ്ടുവന്നത് സുവിശേഷത്തിൽ വീണ്ടും ജന്മം പ്രാപിപ്പിച്ച ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം അപ്പനാണ്. അത് സഭയുടെ പാസ്റ്ററായിരിക്കാം, ഒരു എൽഡറായിരിക്കാം, ഒരു വിശ്വാസിയായിരിക്കാം. ആരാണോ ഒരു വ്യക്തിയെ സുവിശേഷം പറഞ്ഞ ക്രിസ്തുവേശുവിലേക്ക് കൊണ്ടുവന്നത്, നമുക്ക് ആ പതിവില്ലാത്തതുകൊണ്ട് നമുക്ക് അറിയാത്തതിന്റെ ഗൗരവം. അത് മറ്റുള്ളവരോട് യേശുവിനെ കുറിച്ച് പറഞ്ഞ അവരെ യേശുവിലേക്ക് കൊണ്ടുവന്നാൽ ആ വ്യക്തിക്ക് വേണ്ടി ഇവർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. ആ വ്യക്തി വിശ്വാസത്തിൽ വീണുപോയാൽ, ഒരു കുഞ്ഞ്, അത് നമ്മുടെ ഭവനത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു മകൻ മദ്യത്തിന് അടിമയായി, അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമയായി, അല്ലെങ്കിൽ ഒരു സ്വഭാവ ദോഷത്തിന് അടിമയായി എന്ന് കേട്ടാൽ ഏതപ്പനാണ് സന്തോഷിക്കാൻ കഴിയുന്നത്? കഴിയുമോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോയാൽ നിങ്ങൾക്ക് വേദന ഉണ്ടെങ്കിൽ, ഒരു ആത്മീക പിതാവെന്ന നിലയിൽ ഒരു വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോയാൽ ആത്മീക പിതാക്കന്മാർക്കും വേദന ഉണ്ടാകും. ആത്മീയ പിതാക്കന്മാർക്ക് മാത്രമല്ല, സ്വർഗത്തിന് ദൈവവും വേദനിക്കുന്നു. ഇന്ന് ദൈവസന്നിധിയിൽ നമ്മൾ തീരുമാനമെടുത്താൽ, ഞാൻ പ്രിയ മകനായി, പ്രിയ മകളായി അപ്പന്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുമെന്ന ഒരു പുതിയ തീരുമാനത്തിലേക്ക് മടങ്ങി വന്നാൽ, കർത്താവിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. വിശുദ്ധനായ ഒരു ജീവിതം നയിക്കുക, അതാണ് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ കറക്ഷൻ വന്നാൽ നമ്മുടെ തലമുറകളെ നേരെയാക്കാൻ തക്കവണ്ണം കഴിയുകയില്ല. മദ്യപിക്കുന്ന ഒരു അപ്പനോ, പുകവലിക്കുന്ന ഒരു അപ്പനോ, സ്വഭാവ ദോഷമുള്ള ഒരു അപ്പനോ ഒരു മക്കളെയും ധാർമ്മികമായി ഉപദേശിക്കാൻ അവകാശമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അവർക്ക് മാതൃകയായി തീരണം. നമ്മുടെ മാതൃക യേശുക്രിസ്തുവാണ്. കർത്താവിനെ മാതൃകയാക്കിയ മാതാപിതാക്കൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ മാതൃകയുള്ളവരായി തീരണം. ദൈവത്തെ ആരാധിക ദൈവമക്കളുടെ ജീവിതത്തിൽ നമുക്ക് എത്രമാത്രം താല്പര്യവും തീഷ്ണതയും ഉണ്ട് അല്ലെ? ഇന്ന് പകല് ഇവിടെ വന്ന് വേദോത്സവം വായിച്ചപ്പോ ചിലരുടെ വിദ്യാഭ്യാസവും കഴിവുകളൊക്കെ നമ്മൾ കണ്ടതല്ലേ? ഇതെല്ലാം പറ്റിട്ടാ മിണ്ടാ നടക്കുന്നത്. ഇല്ല, അവരെല്ലാം മുമ്പിലേക്ക് വരണം, മുമ്പിലേക്ക് വരണം.
നമ്മൾ മക്കളാണ്. നമ്മൾ ഒതുങ്ങിയിരിക്കേണ്ടവരല്ല. അപ്പന്റെ മുമ്പിൽ വന്ന് പ്രാഗൽഭ്യത്തോടെ നമ്മുടെ കഴിവുകളെ അഹങ്കാരത്തോടെ പ്രകടിപ്പിക്കേണ്ട സ്ഥലമല്ല. പ്രാർത്ഥനയോടും വിനയത്തോടും ആ കർത്താവിനെ ഉയർത്തേണ്ടുന്ന അവസരങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ ആരും അടങ്ങിയിരിക്കരുത്. ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങിത്തിരിച്ച ദൈവമൈതലേ, ക്രിസ്തുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്തിൽ ജനിപ്പിച്ചതെന്ന് പൗലോസ് കൊരിന്ത് സഭയിലെ വിശ്വാസികളെ നോക്കി പറയുന്നു. 1 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 2-ാമത് വചനം വായിക്കുമ്പോൾ, 1 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം 2-ാമത് വചനം, പൗലോസ് വിശ്വാസത്താൽ നിജപുത്രനായ തിമോഥെയോസിന് എഴുതുന്നത്, വിശ്വാസത്തിൽ നിജപുത്രനായ തിമോഥെയോസിന് എഴുതുന്നത്, പിതാവായ ദൈവത്തിങ്കൽ നിന്ന് നമ്മുടെ കർത്താവായ ക്രിസ്തു യേശുവിങ്കൽ നിന്ന് നിനക്ക് കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ. എന്നിൽ നിന്ന് നിനക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്നല്ല, എന്നിൽ നിന്ന് നിനക്ക് കൃപ ഉണ്ടാകട്ടെ എന്നല്ല, പിന്നെയോ വിശ്വാസത്തിൽ നിജപുത്രനായ തിമോഥെയോസേ, ദൈവത്തിൽ നിന്ന് കൃപയും കനിവും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പൗലോസ് തിമോഥെയോസിനെ ഉപദേശിക്കുക. നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിനേക്കാൾ അധികം പ്രഭാതത്തിൽ എഴുന്നേറ്റ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഉണർന്നു വരുമ്പോൾ പ്രഭാത ഗീതം പാടി വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പനെയും അമ്മയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ടുണരുന്നത്. അങ്ങനെ ഒരു അനുഭവം ദൈവമൈതലേ നിന്റെ ഭവനത്തിനകത്തുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വേദപുസ്തകം വായിക്കണമെന്നോ പ്രാർത്ഥിക്കണമെന്നോ നീ ഉപദേശിക്കേണ്ട കാര്യമില്ല. പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥന അനുഭവമുള്ളവരായി മാറും. ഒരു പകൽക്കാലം മുഴുവനും അവർ ഈ ലോകത്തിലെ ദുഷ്ട ലോകത്തിലാണ് ജീവിക്കുന്നത്. സുരക്ഷിതമായി ലോകത്തിന്റെ കളങ്കം പറ്റാതെ ഭവനത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ പ്രഭാതത്തിൽ എഴുന്നേൽക്ക മാതാപിതാക്കൾ എത്ര പേരാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വെച്ച് പ്രാർത്ഥിക്കുന്നത്? ഒരു ആരാധന, ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക്, ഒരു 40 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒരു ചാലയത്തിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ ഒരു സഹോദരി എന്നോട് വന്ന് പറഞ്ഞു, ഒരു വലിയ പ്രാർത്ഥനാ ലിസ്റ്റ് എഴുതിക്കൊണ്ടുവന്നു. പാസ്റ്റർ, ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ആ സഹോദരൻ തിരിച്ചു ചോദിച്ചു, ഒരു ദിവസം എത്ര സമയം നിങ്ങൾ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്? ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കും. സ്വന്തം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവർക്ക് സമയമില്ല, പാസ്റ്റർമാരെ ആക്കി വെച്ചിരിക്കുകയാണെന്നാണ് ചിന്ത. ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങളുടെ സഭാധ്യക്ഷന് കൊടുക്കണം. എനിക്ക് വേറെ ആളുകളുണ്ട്. നിങ്ങളുടെ സഭാധ്യക്ഷന് എന്തുകൊണ്ട് ഇത് കൊടുക്കാൻ കഴിയുന്നില്ല? കൃത്യമായി സഭായോഗത്തിൽ പോകുന്നില്ല, കൃത്യമായി ദശാംശം കൊടുക്കുന്നില്ല, കൃത്യമായി കൂട്ടായ്മകൾ സംബന്ധിക്കുന്നില്ല, കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ ഇരുത്തുന്നില്ല. ആ ക്രമമില്ലാത്ത ജീവിതമുള്ള അവർക്ക് എങ്ങനെയാ പാസ്റ്ററോട് പോയി പ്രാർത്ഥിക്കാൻ പറയാൻ കഴിയും? അതുകൊണ്ട് ഗസ്റ്റ് പാസ്റ്റർക്ക് ഒരു പെറ്റീഷൻ ഇതാ, പാസ്റ്റർ എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതും നിർത്തി നിന്റെ കുഞ്ഞുങ്ങൾക്ക് നീ മുഴക്കാൻ മടക്കി പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു അനുഭവം വരണം. അതാണ് ദൈവമൈതലേ, മക്കളെങ്കിലോ അവകാശികളാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവകൃപയിൽ വളരണമോ, മാതാപിതാക്കൾ ഉത്സുകരായി തീരണം. നിങ്ങളുടെ ഉറക്കവും മയക്കവും മാറിയേ മതിയാവൂ. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ പ്രാർത്ഥനാനുഭവം കണ്ടു വളരണം. അതായിരിക്കണം ആവശ്യമായിരിക്കുന്നത്. ദൈവത്തിന്റെ സന്നിധിയില് അതേ 2 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയും, നിജപുത്രൻ എന്ന പദവി മാറ്റിയിട്ട് 2 തിമോഥെയോസ് 1:1 ക്രിസ്തുയേശുവിനുള്ള ജീവന്റെ വാഗ്ദത്ത പ്രകാരം ദൈവയിഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് പ്രിയമകനായ തിമോഥെയോസിന് എഴുതുന്നു. വിശ്വാസത്തിൽ നിജപുത്രനായ തിമോഥെയോസിനെ കുറിച്ച് പൗലോസ് പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. നിന്റെ അമ്മ ലോവീസിലും, നിന്റെ അമ്മ യുനീക്കയിലും നിന്റെ വല്യമ്മ ലോവീസിലും കണ്ടതായ ഒരു വിശ്വാസ ജീവിതമുണ്ട്. അത് നിന്നിലും ഉണ്ടെന്ന് തോന്നിയിട്ടാണ് നിന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിച്ചത്.
പൗലോസ് തിമോഥെയോസിനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുമ്പോൾ അവന്റെ അമ്മയുടെയും അവന്റെ വല്യമ്മയുടെ വിശ്വാസം കണ്ടിട്ടാണ് തിമോഥെയോസിനെ വിശ്വസ്തനായി പൗലോസ് വേർതിരിക്കുന്നത്. അതെ, നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അതെ നിങ്ങൾ ഉത്സാഹത്തോടെ പറഞ്ഞയക്കുമ്പോൾ നമ്മുടെ വിശ്വാസം, നമ്മുടെ പിതാക്കന്മാരുടെ വിശ്വാസം സ്വർഗത്തിൽ ദൈവം മാനിക്കും. മക്കളല്ല, നമ്മൾ പ്രിയ മക്കളായി മാറണം. തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം 4-ാമത് വാക്യം വായിക്കുമ്പോൾ തീത്തോസിനെ കുറിച്ച് പൗലോസിന് പറയാനുള്ളത് വായിക്കാം. പൊതുവിശ്വാസത്തിൽ നിജപുത്രനായി തീർത്തു. ഈ പദങ്ങളെല്ലാം നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി വായിക്കണം. കഴിയുമെങ്കിൽ ആ റെഫറൻസ് കുറിച്ചെടുത്ത് എനിക്കിവിടെ വിവരിക്കുവാൻ പരിമിതിയുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഏത് നിലയിൽ കാണുന്നു? അതെ, അതെ, ഇവിടെ പറയുന്നത് നിജപുത്രനായ തിമോഥെയോസേ, എന്റെ പ്രിയ മകനായ തിമോഥെയോസേ, പൊതുവിശ്വാസത്തിൽ നിജപുത്രനായ തീത്തോസേ. തീത്തോസിന് തിമോഥെയോസിനോട് പറയുന്നതിന്റെ ആധികാരികമായി പറയാൻ കഴിയില്ല. എന്താ കാര്യം? പൊതുവിശ്വാസത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനാ തിമോഥെയോസ്. അങ്ങനെയല്ല. നിന്റെ വല്യമ്മ ലോവീസിലോ നിന്റെ അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്ന ദൈവസ്നേഹം, ദൈവകൃപ നിന്നിലുമുണ്ട്. പാരമ്പര്യമായി പിതാക്കന്മാരുടെ കാലം ധൈര്യമുണ്ടായിരുന്നു. നമ്മൾ സഭയ്ക്കകത്തൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ ശ്രദ്ധിക്കാം. വൈകുന്നേരത്ത് രാത്രി ഒരു ബൈബിൾ വായനയുണ്ട്. ഞാൻ ഇടയ്ക്ക് മൊബൈലിൽ കയറി നോക്കാറുണ്ട്. പല തലകളെ കാണുന്നില്ല. ഇല്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അതിനായി പ്രോത്സാഹിപ്പിക്കണം. എല്ലാവരും ഞാൻ ആ സമയത്ത് വീട്ടിൽ കാണാറില്ല. പക്ഷെ എന്റെ വീട്ടിലുള്ള സമയം ആ കുഞ്ഞുങ്ങള് മൊബൈൽ ഓൺ ചെയ്യുമ്പോൾ ഞാൻ നോക്കാറുണ്ട്. എത്ര മാതാപിതാക്കളാണ് അതിൽ പങ്കാളിത്തം വഹിക്കാനുള്ള താല്പര്യം കാണിക്കുന്നത്? നമുക്ക് വേറെ ബിസിനസ് അല്ലേ? കുഞ്ഞുങ്ങൾ എങ്ങനെ വേദപുസ്തകം വായിക്കുന്നു, മറ്റുള്ള കുഞ്ഞുങ്ങൾ എങ്ങനെ സഹകരിക്കുന്നു, നീ പറഞ്ഞു കൊടുക്കണം. അതുപോലെ നീ താല്പര്യവും ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 10 ഫിലിപ്പിയ ലേഖനം ഫിലോമോന്റെ ലേഖനം 10-ാം വാക്യം. അവിടെ പറയുന്നു മുഖാന്തരം ജനിപ്പിച്ച വ്യക്തിയാണ്. തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എന്റെ മകനായ ഒനേസിമോസിനെ തടവിലിരിക്കുമ്പോഴും തടവറയിലായിരിക്കുമ്പോഴും അപ്പോസ്തലനായ പൗലോസും ശീലാസും കാരാഗ്രഹത്തിനകത്ത് ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോഴും അവർ ദൈവത്തെ ആരാധിപ്പാൻ അവർ തയ്യാറായി. നമുക്ക് നല്ല ആരോഗ്യമുള്ള അവനം തന്നിരിക്കുകയല്ലേ? നമുക്ക് ദൈവത്തെ പ്രാർത്ഥിക്കുവാനും പാടുവാനും നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മള് ദൈവത്തിന്റെ വചനം വായിക്കുന്നത്, ധ്യാനിക്കുന്നത് നമുക്ക് മഞ്ചയും മേധസ്സും കിട്ടുന്ന പോലെ തൃപ്തി വരുത്തുന്ന കാര്യമാണ്. നമ്മുടെ ദൈവം ഇവിടെ പൊതുവിശ്വാസത്തിൽ നിജപുത്രനായ തീത്തോസ് തടവിൽ വെച്ച് ജനിപ്പിച്ച ഒനേസിമോസ് എന്റെ മകൻ എന്ന് പറയുക. തടവറയിൽ വെച്ച്, ജയിലറയ്ക്കുള്ളിൽ വെച്ചും അത് ജനത്തെ യേശുവിന് വേണ്ടി നേടുവാൻ, വിശ്വാസ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ അഭിഷേകത്തിന് കഴിഞ്ഞെങ്കിൽ നമ്മുടെ കൈകാലുകൾ സ്വാതന്ത്ര്യമുണ്ടല്ലോ മറ്റുള്ളവരെ യേശുവിലേക്ക് കൊണ്ടുവരുവാൻ. എത്രമാത്രം താല്പര്യവും തീഷ്ണതയുമാണ് നമുക്കുള്ളത്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 19-ാമത് വാക്യം വായിക്കുമ്പോൾ, ഗലാത്യ ലേഖനം 4-ാം അധ്യായം 19-ാമത് വാക്യം, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളെ മക്കളെ
തന്നെയാണ് ലോകത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്തിൽ പറയുന്നു, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പ്രസവ വേദന അനുഭവിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളുടെ അകത്ത് ക്രിസ്തുവിനെ ജനിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്നേഹിതര്, എന്റെ എല്ലാ ദിവസവും എന്റെ വ്യക്തിപരമായ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്, എന്റെ എല്ലാ സഹോദരങ്ങളും ഈ ദൈവരാജ്യത്തിലെത്തണം. ഒരിക്കലും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കയില്ല എന്ന് പറഞ്ഞ എന്റെ ഒരു സഹോദരന്റെ കുടുംബമുണ്ട്. പ്രശസ്തമായ കോടതിയും കോവിലും ക്ഷേത്രത്തിലെ പൂജാരിയൊക്കെ ആയിരുന്ന ആ കുടുംബത്തിലെ മക്കളെല്ലാവരും ദൈവമക്കളായി മാറി. പക്ഷെ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന അതേ പലരും ദൈവരാജ്യത്ത് നിന്ന് അകന്നിരിക്കുമ്പോ ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സഹോദരങ്ങളെ ആ ദൈവരാജ്യത്തിലേക്ക് എത്തിക്കുവാൻ, ദൈവകൃപയിലേക്ക് കൊണ്ടുവരുവാൻ വലിയ വിശ്വാസം പറയുന്ന ചില ആളുകളുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് പാരമ്പര്യമുണ്ടെന്ന് പറയുന്നു. എന്റെ കുടുംബത്തിനകത്ത് ഞാനൊരു അടക്കാരൻ എനിക്ക് നേതൃത്വം കൊടുത്തത് കൊണ്ട് അടക്കത്തിന് മുമ്പേ സ്ഥലപ്പെട്ട ആളുകളാണ് വലിയ ആത്മീയത പറയുന്നവര്. ഇവര് ഏത് സ്വർഗത്തിൽ പോകാനാണ് ഒരുങ്ങിയിരിക്കുന്നത്? പ്രാർത്ഥന കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ദൈവം വിളിച്ചു, വേർതിരിച്ചു എങ്കിൽ ദൈവം നിർത്തിക്കൊള്ളും. പക്ഷേ നിങ്ങൾ ദൈവകൃപയിൽ നിന്ന് അകന്നു പോയാൽ, എന്റെ മക്കൾ സത്യത നടക്കുന്നു എന്ന് കേൾക്കുന്നതാണ് എനിക്ക് ഏറെ ഇഷ്ടം, സന്തോഷം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ കർത്താവ് പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്, വായിക്കാം. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യം ഞാൻ തന്നെ
സത്യമറിയുകയും സത്യം നിങ്ങൾ സ്വന്തമാക്കി ചിലപ്പോ എന്തെങ്കിലും ആവശ്യങ്ങളിൽ ആയിരിക്കും, ചിലപ്പോ മുറിക്കാവുന്നതായിരിക്കും. അപ്പൊ ഞാനിവിടെ ഉണ്ട്. പറയാത്ത ഒരപ്പന് തന്റെ മക്കളുടെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ശബ്ദം കേൾക്കുവാനായിട്ട് അപ്പനെ അപ്പ എന്ന് വിളിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ അപ്പനും മക്കളും എന്നുള്ള ബന്ധം ഉറപ്പാക്കണം. ഒരു പാപിയുടെ മനസാന്തരം സ്വർഗത്തിൽ വലിയ സന്തോഷം നൽകുന്നതാണ്. പരിശോധനത്തിന്റെ 9-ാമത് വാക്യം വായിക്കുമ്പോൾ ഒരു ബ്രഹ്മ, നഷ്ടപ്പെട്ട ബ്രഹ്മ കണ്ടുകിട്ടിയാൽ സ്നേഹിതന്മാരെയും കാണാതെ പോയ ബ്രഹ്മ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോട് കൂടെ സന്തോഷിപ്പീൻ എന്ന് പറയും. അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയും. സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകുമ്പോൾ ദൂതന്മാരും സന്തോഷിക്കും. ദൈവം സന്തോഷിക്കുമ്പോൾ ദൂതന്മാരും
സംശയിക്കുന്നു. ഈ എന്റെ മടങ്ങി വരവ് സ്വർഗം സന്തോഷിക്കുന്ന സന്തോഷിക്കുന്ന നമ്മൾ പറയുന്നത് ഇവിടെ കണ്ടോ ഈ മരുഭൂമിയുടെ നിലവിളിക്കുമ്പോൾ മുന്നോട്ട് പോകാൻ ശേഷിയില്ലാതെ വേച്ച് നടക്കുമ്പോൾ നിന്റെ സ്വർഗത്തിൽ ജീവിക്കും. ഉറപ്പുള്ള ഒന്നും കാര്യമില്ല. ഞാൻ മതിൽ ചാടി കടക്കും. ശത്രു കെട്ടിവെച്ച മതിലുകളെ ഞാൻ ചാടി കടക്കും. എന്റെ ദൈവത്തെ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. അതാണ് ഒരു ദൈവവേദന്റെ പ്രത്യാശയും ഉറപ്പും. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 14-ാം വാക്യം. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 14-ാമത് വചനം. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും. ഇവിടെ ഈ സത്യം അരയ്ക്ക് കെട്ടണം. ദൈവത്തിന്റെ സർവായുധ വർഗത്തിന്റെ ഒന്നാമത്തെ ആയുധമാണ് സത്യം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ സത്യം യേശുവാണ്. യേശുവാകുന്ന സത്യത്തെ നീ അരയ്ക്ക് കെട്ടിയിരിക്കുന്നിടത്തോളം കാലം ആരുടെയും മുമ്പിൽ തലകുനിയാൻ നിന്നെ അനുവദിക്കലില്ല. ഈ പോലീസിന്റെ ട്രെയിനിങ് കഴിഞ്ഞ ഒരു യൗവനക്കാരനെ വിളിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആ വ്യക്തി പോലീസുകാരനെന്ന് അറിയാൻ വേറെ നോക്കണ്ട, അവന്റെ തല ഇങ്ങനെ ഉയർന്നിരിക്കണം. ആ തൊപ്പി വെക്കുന്ന ആ ഒരു ഗൗരവം തൊപ്പി ഇല്ലെങ്കിൽ അവരെ തിരിച്ചറിയാൻ കഴിയും. നമ്മൾ മാർക്കറ്റിൽ പോയാലും നമ്മളെ തിരിച്ചറിയണം ഇത് ദൈവപൈതലാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നമ്മെ തിരിച്ചറിയുവാൻ ലോക മനുഷ്യന് കഴിയണം. അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ യേശുവാകുന്ന സത്യത്തെ അരയ്ക്ക് കെട്ടിക്കൊള്ളണം. സത്യം അരയ്ക്ക് കെട്ടിയാലേ നീതി എന്ന കവചം ധരിക്കാൻ കഴിയും. അവർക്ക് സമാധാന സുവിശേഷത്തിലുള്ള ഒരുക്കം കാലിന് ചെരുപ്പാൻ കഴിയുകയുള്ളൂ. അവരുടെ ശിരസിലാണ് രക്ഷ എന്ന ശിരസ്ത്രം അണിക്കാൻ കഴിയും. ഒരു പട്ടാളത്തിൽ ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്താൽ, പോലീസിൽ ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്താൽ ആ വ്യക്തിക്ക് ഒരു കഠിനമാകുന്ന പരിശീലനമുണ്ട്. ആ പരിശീലനം പൂർത്തിയാക്കിയാലേ ആ ഔദ്യോഗിക സ്ഥാനത്തേക്ക് കൊണ്ടുവരും. പിന്നെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് അടുത്ത ഘട്ടത്തിലേക്ക്. ആ പരിശീലനം പൂർത്തിയാക്കാൻ അല്പ പാടാണ്.
ഇപ്പോഴത്തെ സംവിധാനങ്ങൾ, പണ്ടുകാലത്ത് പട്ടാളത്തിൽ അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്തില്ല എങ്കിൽ വലിയ മൂരലിന്റെ കല്ലെടുത്ത് കെട്ടി അതിന്റെ രണ്ട് കാല് കെട്ടിട്ട് ഇതിട്ടോട് നടക്കാൻ പറയും. ഈ വലിയ മൂരലിന്റെ കല്ല് സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പൊ കൊല്ലം വലിയ കുട്ടികൾക്ക് അറിയില്ല, പടത്തിൽ കാണിച്ചു കൊടുക്കണം. വീട്ടില് അരി അരയ്ക്കുന്ന മുരളിന്റെ കല്ല് നല്ല വെയിറ്റ് ഉണ്ട്. അത് രണ്ട് കാലുകൾക്കിടയിൽ കെട്ടി രണ്ട് കാലിലും കെട്ടും. അതിട്ടുകൊണ്ട് ഓടിക്കും. അതാണ് കൊടുക്കുന്ന ശിക്ഷ. ഇവിടെ ശിക്ഷ വളരെ കഠിനമാണ്. എന്താ കാര്യം? ഡിസിപ്ലിൻ പഠിപ്പിക്കുക. ഓഫീസർ പറയുന്ന അതുപോലെ അനുസരിക്കാൻ പഠിപ്പിക്കുക. അങ്ങനെ ഒരു സംവിധാനം ക്രിസ്തീയ സഭയ്ക്കകത്ത് ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ എന്നേ സ്വർഗത്തിൽ ഒരുക്കി പോകുമായിരുന്നു. ഇവിടെ ഞായറാഴ്ച വന്നില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇടയ്ക്ക് എന്റെ മോള് പറഞ്ഞു, ഒരു ഹൈന്ദവനായ ഒരു ടീച്ചർ പറഞ്ഞെന്ന്, ഒരു കുട്ടി താമസിച്ചു വന്നപ്പോ നീ പെന്തക്കോസ്ത് പള്ളിയിലാണോ പറഞ്ഞു ചോദിച്ചു. മറ്റെല്ലാ പള്ളിക്കാരും കൃത്യസമയത്തിനെത്തും, നമുക്കല്ലേ സമയത്തിനെത്താൻ താമസം? നിനക്ക് ദൈവത്തെ ഭയമുണ്ടോ? സാഹചര്യങ്ങൾ പ്രായമുള്ളവരെ കാര്യങ്ങളെ നോക്കിയിട്ട് വരുന്നവരുണ്ട്. കൊച്ചുകുട്ടികളെയൊക്കെ റെഡിയാക്കി എടുക്കുന്നവരുണ്ട്. ഒരാളിനെ റെഡിയാക്കി കൊണ്ട് കസേരത്തിട്ട് അടുത്ത റെഡിയാക്കാൻ മുമ്പ് ഇയാൾ കഴിച്ച് പിന്നെയും ദേഹമൊക്കെ നനയ്ക്കും. പിന്നെ ഈ വേഷമൊക്കെ മാറ്റിയാലേ വരാൻ പറ്റൂ. അങ്ങനെ ഉള്ളവരെ ഞാൻ ഒഴിവാക്കുന്നു. എങ്കിലും ദൈവത്തെ ആരാധിക്കുക. ഒരു വീട്ടിൽ ചെന്നോ പറയും, ഞായറാഴ്ച രാവിലെ കുഞ്ഞുങ്ങൾ റെഡിയാകില്ല. 8 മണിക്ക് ഇവിടെ ആരാധന, 7:45 സ്കൂളിൽ ബസ്സിൽ വിടാൻ. തിങ്കളാഴ്ച വെള്ളിയാഴ്ച സമയമില്ലേ? 7:50 ആയ ബസ് പോകില്ലേ? 7:50 മുമ്പേ കുഞ്ഞുങ്ങളെ ഒരുക്കി സ്കൂൾ ബസ്സിൽ അയക്കുന്ന അപ്പനും അമ്മയ്ക്കും എന്റെ 8 മണിക്ക് സഭായോഗത്തിൽ വരാൻ കഴിയാത്തത്? നമ്മൾ ഉത്സവങ്ങളാകണം, ഉണരണം. എന്റെ അപ്പൻ രാവിലെ ഇവിടെ വന്നിട്ട് മടങ്ങിപ്പോകും. എന്റെ മോളൊരു കോളേജില് ഓഫീസ് സ്റ്റാഫായിട്ട് ജോലി ചെയ്തു. 9 മണിക്കാണ് ഡ്യൂട്ടി. 8:58 അറ്റൻഡൻസ് രജിസ്റ്റർ പ്രിൻസിപ്പൾ മേശക്കകത്ത് വയ്ക്കും. അത് കഴിഞ്ഞ് ഉച്ചവരെയുള്ള ശമ്പളമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണരണം. നമ്മുടെ ഉറക്കം വിട്ടേ പറ്റൂ. നമ്മൾ ഉണർന്ന് എഴുന്നേൽക്കാൻ തയ്യാറാകണം. ദൈവസന്നിധി പ്രാർത്ഥിപ്പാൻ. ടെലിവിഷനിലെ ആവശ്യമില്ലാത്ത കാര്യം കാണുന്നു. ദൈവമക്കൾ വീണ്ടും ജന്മം പ്രാപിച്ച ദൈവമക്കൾ ഒഴിവാക്കണം. നീ ഏത് സ്വർഗത്തിലെ പോകാൻ പോകുന്നേ? ദൈവരാജ്യമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, ഞാൻ അപ്പന്റെ മക്കളാണെങ്കിൽ അപ്പന്റെ ഇഷ്ടം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി മാറണം. സ്വർഗത്തിൽ പ്രസാദം ഉണ്ടായിരിക്കുമോ? രാവിലെ ഉറക്കം എഴുന്നേറ്റ് ടെലിവിഷൻ മുമ്പിൽ ഇരിക്കുന്നത് എന്റെ അപ്പന് ഇഷ്ടമാണോ? എന്റെ അപ്പൻ എന്റെ അടുത്ത കസേരയിൽ ഇരുന്ന് കാണാൻ ഇഷ്ടമുള്ളതാണോ നീ കാണുന്നത്? എന്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നില്ല? എന്തുകൊണ്ട് വീട്ടിലുള്ള ദാരിദ്ര്യം മാറുന്നില്ല? എന്തുകൊണ്ട് കുഞ്ഞുങ്ങൾ അനുസരണം വരുന്നില്ല? ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെയെന്ന് സ്വർഗത്തിൽ ദൈവം ചോദിക്കുന്നു. നമ്മുടെ എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നത് ആണ് എനിക്ക് ഏറെ സന്തോഷം. ആ ദൈവത്തോട് സത്യത്തിന്റെ പാതയിൽ സ്നേഹത്തിൽ പൊടിയുമായി നമുക്കൊരു പാട്ടിന്റെ ചില ചരണങ്ങൾ ചേർന്ന് പാടി ദൈവത്തെ ആരാധന. എല്ലാവർക്കും എഴുന്നേൽക്കാം, എല്ലാവർക്കും എഴുന്നേൽക്കാം. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു. കർത്താവ് ഇന്ന് പകൽക്കാലം എന്നോട് സംസാരിച്ച വചനം എന്റെ ജീവിതത്തിൽ ശുദ്ധീകരണത്തിനായി ഞാൻ മകനായിട്ട് മകന്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നുണ്ടോ? ഞാൻ മകളായിട്ട് മകളുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നുണ്ടോ? എന്റെ അപ്പനെങ്കിൽ അപ്പന്റെ മാതൃക എന്റെ ജീവിതത്തിലുണ്ടോ? ഞാൻ അമ്മയാണെങ്കിൽ അമ്മയുടെ മാതൃക എനിക്കുണ്ടോ? ദൈവത്തിന്റെ സന്നിധിയിൽ ഈ പകൽക്കാലം ഒന്ന് സ്വയം ശോധന കഴിക്കുവാനായിട്ട് തിരിച്ചു കൊടുക്കാം. യേശുവാകുന്ന സത്യത്തെ എനിക്ക് അരയ്ക്ക് കെട്ടാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്റെ മക്കളുടെ അതേ അരയ്ക്ക് ഞാൻ സത്യമാകുന്ന യേശുവിനെ കെട്ടുന്നതിന് മുമ്പ് എന്റെ അരയ്ക്ക് സത്യം കെട്ടിയിട്ടുണ്ടോ എന്ന് ശോധന ചെയ്യുക.
എന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഉടുപ്പ് വാങ്ങിക്കുന്നതിന് മുമ്പ് ഞാൻ നല്ല ഉടുപ്പാണോ ധരിച്ചിരിക്കുന്നത് കാണുക. എന്റെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് വീട്ടിൽ പ്രാർത്ഥിപ്പാൻ സമയമുണ്ടോ എന്ന് ശോധന ചെയ്യുക. അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുന്നത് കാണുവാൻ എന്റെ സ്വർഗത്തിലെ അപ്പം നോക്കിയിരിക്കുക. എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതാണ് കർത്താവിന് വലിയ സന്തോഷം. ദൈവകരങ്ങളിലേക്ക് കേൾപ്പിക്കാം. എവിടെയെങ്കിലും കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ട്. മാനസാന്തരമില്ലാത്ത 100 നീതിമാന്മാരെക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ കുറിച്ച് ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ അകത്ത് ഏതെങ്കിലും കുറവുകൾ ഓർപ്പിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നെ സന്ദർശിച്ചു എന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞ് ആ വചനം നമ്മൾ സമർപ്പിച്ചു കൊടുത്താൽ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ കുറിച്ച് ദൂതന്മാരുടെ നടുവിൽ സന്തോഷിക്കാൻ കഴിയും. സ്വർഗത്തിലെ സന്തോഷം ദൂതന്മാർ അനുഭവിക്കുമ്പോ ദൈവസന്നിധി നമ്മെ തന്നെ ഏൽപ്പിച്ച അധരം തുറന്ന് ദൈവത്തോട് പറയാം, അപ്പാ എന്റെ ജീവിതം വന്നുപോയ കുറവ് ഞാൻ ഏറ്റു പറയുന്നു. ഒരു യഥാർത്ഥ അപ്പനായി, ഒരു യഥാർത്ഥ മകനായി, മകളായി ജീവിപ്പാൻ അരയ്ക്ക് സത്യം കെട്ടിക്കൊണ്ട് സത്യത്തിന്റെ സാക്ഷിയായി നിലനിൽക്കുവാൻ, സത്യം അറിയുകയോ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്ന വചനം പറയുന്നു. ഞാൻ പ്രാപിച്ച സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി കളയാതെ ആ കർത്താവിനുള്ള സ്വാതന്ത്ര്യത്തിൽ ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് എത്ര പേർക്ക് പ്രാർത്ഥിപ്പാൻ കഴിയും? ആ കരങ്ങളെ ഒന്ന് തട്ടി ആ ധനങ്ങളെ തുറന്ന് ആ ദൈവത്തിനൊന്ന് മഹത്വം കൊടുക്കാം ശക്തിയോടെ. Hallelujah,
യേശുവിനെ ആരാധിക്കൂ. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം രക്ഷയായി, യേശുവിൻ നാമം ശക്തിയായി, യേശുവിനെ വിടുവിക്കൂ. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം രക്ഷയായി, യേശുവിൻ നാമം ശക്തിയായി, യേശുവിനെ വിടുവിക്കൂ. ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ സത്യയേശുവോ ചിനാനാ സത്യവേ വിവിധിയാദേ സതാന വിയാനാ സത്യവേ വിയാനാ സത്യവേ. ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഉയ്യാനാഥേ ശബനാഥന ഉയ്യാനാഥേ ഉയ്യോനാഥേ ആദേശേ ഉയ്യാനാഥന ജിനാസതേ ഉയ്യാനാഥേ സതോരോ ഉയ്യാനാഥേ ശതന ഉയ്യാനാഥേ ശതേ ഉയ്യാനാഥേ ശതേ ശതന പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല പകൽക്കാലത്തിനായി സ്തോത്രം. ഒരു വിശുദ്ധ ദിവസം കൂടെ ഒരുമിച്ച് അപ്പന്റെ നാമത്തെ ഉയർത്തുവാൻ സഹായിച്ചല്ലോ. എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമെന്ന് എന്റെ യേശു പരിത്ത പകൽക്കാലം ഞങ്ങളെ ഓർപ്പിച്ചു. ആ യേശുവാകുന്ന സത്യത്തെ ആരൊക്കെ കിട്ടിക്കൊണ്ട് ഓ ഹല്ലേലൂയ ഓ വിശ്വസ്തയോടെ ലോകത്തിൽ ജീവിച്ച ജ്യോതിസുകളെ പോലെ ശോഭിച്ച ദൈവരാജ്യത്തിലെത്തും വരെ സത്യത്തിന് സാക്ഷി നിൽക്കുന്നവരായി തീരുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകണമേ. കടന്നു ഓരോരുത്തരുടെ മേലെ ദൈവകൃപ പകരണമേ. ബലഹീനതയോടെ കടന്നു വന്നവരെ അങ്ങ് സൗഖ്യത്തോടെ പറഞ്ഞേക്കണമേ. അതുപോലെ സഹോദരനെ ദൈവത്തെ ആരാധിപ്പാൻ കൂട്ടി വരുത്തിയല്ലോ, പൂർണ്ണ സൗഖ്യം ആരോഗ്യവും കൽപ്പിക്കണമേ. കടന്നു ഓരോരുത്തരോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടണമേ. ഓ സകലദൈവജോണ്ട പിതാവിനെ സൗഖ്യത്തോടെ ഇന്ന് ആരാധനയും കൂട്ടി വരുത്തിയല്ലോ, പൂർണ്ണാരോഗ്യത്തോടെ ദൈവം മടക്കി അയക്കണമേ. ഞങ്ങള് ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി സ്വഭവനങ്ങളിൽ സ്വസ്ഥമായി വസിച്ച് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് കൂടി വരും വരെ ദൈവത്തിന്റെ തേജസ്സിന്റെ മറവിൽ മറയ്ക്കണം. ഇന്ന് വൈകുന്നേരം കൺവെൻഷൻ യോഗി ഏറ്റവും അനുഗ്രഹമാക്കി മാറ്റണം. ചൊവ്വാഴ്ച ഉപവാസ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹിക്കും. വെള്ളി ശനി നടക്കുന്ന ഉപവാസ പ്രാർത്ഥനകളെ ദൈവം അനുഗ്രഹിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സകലത്തെയും ഭരിച്ചു നടത്തണം. പിന്നെ ഒരുമിച്ച് കൂടി വരും വരെ ദൈവ തേജസ്സിന്റെ മറവിൽ ഞങ്ങൾ എല്ലാവരെയും മറയും. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥനകൾ കേൾക്കണം പരിശുദ്ധ പിതാവേ. ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മനോഹരമായ സംസർഗവും കൂട്ടായ്മയും കാവലും നടത്തി നാം ഏവരോടും
നമ്മെ കേൾപ്പിച്ച വചനങ്ങളോടും നമ്മുടെ ജീവിത സാഹചര്യങ്ങളോടും ഭൂലോകത്തിലെ സകല വിശുദ്ധന്മാരോടും ഇതുവരേക്ക് കർത്താവിന്റെ വരവ് ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരെ സമാധാനത്തോടെ പോകാം. ദൈവം